and welcome back to my YouTube channel. So ഇന്ന് ഞാനൊരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. അത് നിങ്ങൾ വഴിയെ കാണുന്നതായിരിക്കും. ഇന്ന് വിച്ചു ഞാനും അഞ്ജലിയും കൂടെ ഒരു മീറ്റ് നടക്കുന്നുണ്ട്. അതിൻ്റെ മീറ്റ് നടക്കണ എന്താണെന്ന് ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ റിവീൽ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കഴിഞ്ഞപ്പോൾ വീഡിയോ ആണ് ഞാൻ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കറക്റ്റായി നടക്കും, അല്ലെങ്കിൽ കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റണേ എന്ന് പ്രാർത്ഥനയോടുകൂടി ഞാൻ ഈ വീഡിയോ ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പോയി വേഗം റെഡി ആവട്ടെ, അല്ലെങ്കിൽ അവൾ എന്നെ കൊല്ലും. സോ ഇതാണ് ഡ്രസ്സ്. ഓക്കെ, ഹെയറൊക്കെ സെറ്റാണ്. ഇനി ഇത് ഉണങ്ങാനുള്ളതും കൂടെ വെയിറ്റ് ആണ്. ബേസിക് സ്കിൻ പ്രപ്പൊക്കെ കഴിഞ്ഞു. ലെറ്റ്സ് ഡു ദി മേക്കപ്പ്, ആക്ച്വൽ മേക്കപ്പ്. മേബിലിൻ സൂപ്പർ സ്റ്റേ ആണ് യൂസ് ചെയ്യുന്നത്. ഷെയ്ഡൊന്നും അല്ല, പക്ഷെ എന്നാലും ഇത്രേ ഉള്ളൂ. ഞാൻ പെയിലായിട്ടുണ്ട്, പക്ഷെ എന്നാലും ഇത് ഓക്സിഡൈസ് ആകുമ്പോൾ എൻ്റെ കളറായിക്കോളും. ഹൗസ് ഓഫ് മേക്കപ്പിൻ്റെ ബ്ലഷാണ് ഞാൻ ഇടുന്നത്. ഇതിനകത്ത് 2-in-1 ആണ്. അതുകൊണ്ട് ഹൈലൈറ്ററും ബ്ലഷും ഒരുമിച്ച് കിട്ടും. അത് വേണ്ട സ്ഥലത്ത് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ബ്ലെൻഡ് ചെയ്യാം. നല്ലൊരു രസമുണ്ട് കാണാനിപ്പോൾ. ഞാൻ എന്നെ തന്നെ പുകഴ്ത്തുകയാണ്. ലെറ്റ്സ് ഡു കൺസീലർ. നൗ ലെറ്റ്സ് ബ്ലെൻഡ് ദിസ്. ഇനിയാണ് മെയിൻ പാർട്ട്, മസ്കാര. ഞാനിത് ദുബായിൽ പോയപ്പോൾ എസെൻസിൻ്റെ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ സെറ്റാണ്. ഇതേപോലത്തെ ഫങ്ഷൻസിനൊക്കെ എനിക്കിങ്ങനെ നന്നായിട്ടുള്ള ഒരു ലാഷസ് വേണമെങ്കിൽ എസെൻസിൻ്റെ മസ്കാര വാങ്ങിച്ചു. അടിപൊളിയാണ്. ലുക്ക് അറ്റ് ദിസ്, കണ്ടോ? All/Effect മസ്കാര വാട്ടർ പ്രൂഫാണ്. ഈ ബ്ലൂ കളർ ഇത് ആമസോണിൽ അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം അതിൻ്റെ ലിങ്ക്. ഫോർ ദ ലിപ് കോംബോ സ്കാൻഡലിഷ്യസ് ബ്രൗൺ ഞാൻ ഇവിടെ എഴുതി കൊടുത്തേക്കാം. ആ കളറ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ലൈക്ക് ചായ് ബൈ നൈക്കയുടെ ഡ്യൂപ്പാണ് വെറ്റ് ആൻഡ് വൈൽഡിനെ ഗിവ് മീ മോക്ക്. അതിൽ കുറേ കോമൻറ്റ്സ് വന്നു, ലൈക്ക് ഇത് അവരുടെ സ്കിൻ ടോണിൽ വേറെ കളറാണ്, പക്ഷേ ഞാൻ എൻ്റെ സ്കിൻ ടോൺ ഞാൻ കാണിച്ചു തരാം. ഞാൻ കുറച്ചും കൂടെ ഡസ്കി സ്കിൻ ടോൺ ആയതുകൊണ്ട്, ഡസ്കി ടു മീഡിയം സ്കിൻ ടോൺ ആയതുകൊണ്ട് ഞാൻ എൻ്റെ ലിപ്പിൽ ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചത്. ആദ്യം ലിപ്പ് ഓവർലൈൻ ചെയ്യുക. ഐ ഷുഡ് നോട്ട് ടോക്ക്. നൗ വെറ്റ് ആൻഡ് വൈൽഡിനെ ഗിവ് മീ മോക്ക്. ഓക്കെ, ഇപ്പം കറക്റ്റ്. ഒന്നും ചെയ്തില്ല, ആ സെയിം ഷെയ്ഡ് തന്നെ ഒന്ന് ഡ്രൈ ആയപ്പോൾ ഈ കളറായി. സോ ഐ ആം റെഡി ടു ഗോ. വേഗം പോയി ഇറങ്ങട്ടെ, അല്ലെങ്കിൽ അവളുടെ വയന്ന് എനിക്ക് കേൾക്കും. ഓക്കെ, കല്യാണ പെണ്ണേ ആക്കുന്നു ഫംഗ്ഷൻ. ഇതെന്താ സുന്ദരി? പെണ്ണ് മാറി പോകും. ഞങ്ങൾ സെയിമാ. സ്ട്രെയിറ്റ്നർ എടുത്തു വരുമോ? മുടി സ്ട്രെയിറ്റ് ചെയ്യണം. ബ്രഷ് അല്ല കേട്ടോ കുക്കുടു, സ്ട്രെയിറ്റ് ചെയ്യണം. സ്ട്രെയിറ്റ് അത് എടുത്തോണ്ട് വരാൻ പറ്റില്ല കൊച്ചിന്. അതെടുക്കാൻ പറ്റില്ല. സ്ട്രെയിറ്റ്നർ ഇല്ല, അതെടുത്ത് വരുമോ? അത് നല്ലതല്ലേ. എന്റെ റെഡ് ഇടുന്നു. സ്ലൈഡ് 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 സ്ലൈഡ്. പച്ചയുടെ ആയിരുന്നില്ല അപ്പൊ പച്ച ഇങ്ങനെ സൈഡ് വേണം. നിന്നെ ആരാ ഒരിക്കേ? മേക്കപ്പ് ആർട്ടിസ്റ്റ് ഷിഫ, ഹെയർ സ്റ്റൈലിസ്റ്റ് അഞ്ജന, രാഗി വരാന്ന് പറഞ്ഞ് പറ്റിച്ചു. ഓക്കെ, ഹായ് അമ്മ.
പെണ്ണ് കാണാൻ വന്നു. ചേട്ടാ ചായ എടുക്കും. ചായ എടുക്കും. വിച്ചൂടെ എന്താണ് വേർപെട്ടോ ലോക്കാവാൻ പോവാ. എൻ്റെ കയ്യിൽ അത്ര ഉണ്ടായില്ല ഇത്തവണ ഇതിന് കൊടുക്കാനുണ്ട്. ഇവിടെ എന്താ നമുക്ക് വേണ്ട പിന്നെ ചെയ്യാം. ഇത് ലച്ചുവിൻ്റെ സീനിയർ ഒരു ദിവസം അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ അവള് തലേദിവസം ഇങ്ങനെ മറ്റു സാധനം ചെയ്യാൻ നിന്നിട്ട് അയ്യേ അച്ഛൻ വന്നു ഫ്ലാറ്റായി. എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ പറഞ്ഞിട്ട് ആണല്ലേ? ചോദിച്ച് മേടിച്ചതാ ഫെറോറോഷർ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞു എത്തിച്ചതാ. ആർക്കും സംശയമില്ലല്ലോ. അതമ്മ കൊടുത്തു. കാണുന്നുണ്ടേ. ഒഫീഷ്യലി എഴുതിയിടാൻ വേണ്ടിട്ട് സീരിയസ് ആയിട്ട് ഡിസ്കഷൻ. ഓ മറ്റേ സംഭവം കല്യാണത്തിന് മുമ്പ് ചെക്കൻ്റെ വീട്ടിൽ പോകാൻ പാടില്ലെന്ന സാധനം. എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാ. എന്തെങ്കിലും പറയോ? ആദ്യം ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല. ആൾക്കാരായതുകൊണ്ടേ മെന്റൽ സപ്പോർട്ടിന് അതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി ലൈഫിൽ പെണ്ണുകളിൽ ഉണ്ടാവട്ടെ. ഇതെന്താ മാസം കല്യാണോ? ഐസ്ക്രീം മേടിക്കാൻ പോയി.
അത് വിറ്റു. കുഞ്ചു കുഞ്ചുക്ക് കിട്ടിയ മടല. അതൊന്നും അതിൻ്റെ കൊള്ളാവും. ഇത് കണ്ട എന്റെ കളിക്കോളൂ. അതാ എന്നാ ഞാൻ താവരുന്നു. സാധാരണ നേരെ തിരിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതെ. നേരെ തിരിച്ചാണ് അതെ മറവേണോ 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 അതെടുത്ത് പിടിച്ചു. ഹായ് ഗൈസ്. ഹലോ ഗൈസ്. ഞങ്ങൾക്ക് ചോറൊന്നുമില്ല. ചോറ് തരാത്തോണ്ട് ഞങ്ങൾ ഇവിടെ പ്രതിഷേധിക്കുക വീടിന്റെ ഫ്രണ്ടിൽ. ചോറൊന്നുമില്ല. മൂന്നാമത്തെ പ്രാവശ്യം തരാനേ. മൂന്നാമത്തെ പ്രാവശ്യം തരാനേ. അതെ, 2 പ്രാവശ്യം തരും. നമ്മൾ ആദ്യം പോയി അപ്പോഴും ഒരു സീറ്റിലാണ് പറഞ്ഞു, പിന്നെയും പോയി അപ്പോഴും സീറ്റിലാണ് പറഞ്ഞു. ഊഞ്ഞാലുണ്ടായില്ല. വലിയ ബ്ലോഗറാണ്. സ്റ്റോറേജിൽ കണ്ട ഒരു സാധനം കവർ ചെയ്യാൻ വന്നതാണ്. ഏതാ ഇതാണിപ്പോ പരിപാടി. അതെ പക്ഷെ ഇത് പൊളിക്കണം. ഈ പാടാടി ഈ സാധനം അല്ല, ഇത് മാത്രം ചോക്ലേറ്റ് അവിടെ തീർന്നോ ഐസ്ക്രീം? ആര് പറഞ്ഞു? ഇത് തീർന്നില്ലേ? പ്ലീസ് പ്ലീസ് ഇച്ചിരി സമാധാനം തരുമോ ബ്ലോഗർ? ഇച്ചിരി സമാധാനം തരാൻ പറയോ? ഇത് കഴിഞ്ഞില്ലേ? ഞാൻ ഫൈനലി വീട്ടിലെത്തിയിട്ടുണ്ട്. ഭയങ്കര അടിപൊളിയായിരുന്നു. ഭയങ്കര ഒരു ഓവർവെൽമിങ് ഫീലിംഗ് ആയിരുന്നു. ലൈക്ക് ബെസ്റ്റ് ഫ്രണ്ട് ഗെറ്റിംഗ് മാരിഡ്, അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവില്ലേ, ആ ഒരു ഇതിലായിരുന്നു ഞാൻ. പിന്നെ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഉണ്ടായ ഫ്രണ്ട്സൊക്കെ ഭയങ്കര രസമായിരുന്നു. എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചിരിക്കുന്നത് ഞാനായിരുന്നില്ല വീഡിയോ എടുത്തത്, വേറെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരാണ് കൂടുതലും വീഡിയോ എടുത്തത്. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ശരി, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്സ്. ഓക്കെ.